വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് +1 ക്ലാസ്സിൻ്റെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കുറേ ഇൻട്രൊഡക്ഷനും കുറേ ടേംസും മെഷർമെൻറ്റ്സും ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോകേണ്ടത് നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് ഒന്ന് പോകാം. അതിനകത്ത് എത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞ് പ്രോബ്ലംസ് നമുക്ക് അതിന് ശേഷം കുറേ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ കിട്ടാവുന്ന ചെറിയ ചെറിയ വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസ്, വെയിറ്റ് ഇതെല്ലാം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ വാല്യൂസ്, അതായത് മാത്തമാറ്റിക്കൽ റിലേഷൻസും വാല്യൂസൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കുറച്ച് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചില വാല്യൂസ് ഇപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിൽ വെക്കേണ്ട ചില വാല്യൂസ് ഉണ്ട്. അതിലൊരു മെയിൻ വാല്യൂ ആണ് അവോഗാഡ്രോ എന്ന് പറയുന്നത്. അവോഗാഡ്രോ വാല്യൂ, അവോഗാഡ്രോ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അവോഗാഡ്രോ നമ്പർ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സി ഹിയർ, അവോഗാഡ്രോസ് നമ്പർ. ഈ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുമ്പിൽ ഈ എഴുതി വെച്ചേക്കുന്ന ഇങ്ങനത്തെ നമ്പർ 602, പിന്നെ ഒരു 2, പിന്നെ ഒരു 20 സീറോസ് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ കണ്ടാലായി. അപ്പം നമുക്ക് ഈ നമ്പറിനെ പറ്റി ആദ്യം പറയാം. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വലിയ വലിയ യൂണിറ്റ്സ്, വലിയ വലിയ നമ്പേഴ്സൊക്കെ നമുക്ക് കുറേ നമ്പറായിട്ട് എഴുതാനൊന്നും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം കഴിയുമ്പോഴോ നമുക്ക് അത്രയും വാല്യൂസ് എഴുതാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ വാല്യൂസിനെ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് നോക്കാം. അത് ഈ നമ്പർ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം, ഇവിടെ ഇത്രയും വലിയൊരു നമ്പർ വരുന്നുണ്ട്. അവോഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇത്രയും വലിയൊരു നമ്പർ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ നമ്പറിനെ ഒന്ന് ചെറുതാക്കി എഴുതാം ആദ്യം. ദാറ്റ് ഈസ് 6.022 × 10⁻²3. അതായത് ഇവിടെ 20 സീറോസ് ഉണ്ട്. ആ 20 സീറോസിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു 1, 2, 3 6.0 3 കൂടെ ഒന്ന് മുമ്പിലേക്ക് ആക്കിയിട്ട് നമ്മൾ എഴുതിയത് കൊണ്ടാട്ടോ അങ്ങനെ എഴുതിയത്. കാരണം 6.022 × 10⁻²3 ഈ വാല്യൂ നിങ്ങൾ എല്ലായിടത്തും കണ്ടു കാണും. ദിസ് ഇസ് കോൾഡ് ദ അവോഗാഡ്രോ നമ്പർ. ആക്ച്വലി നമ്പർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, 6022, പിന്നെ ഒരു 20 സീറോസ് ഉണ്ടാകും. പക്ഷേ ആ 20 സീറോസിനെ നമുക്ക് അത്രയും വലിയ നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതി വരുമ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പറിനെ ഒന്ന് ചെറുതാക്കാം. ദാറ്റ് മീൻസ് 6.022 × 10⁻23. 20 സീറോസ്, പിന്നെ ഇവിടെ വരുമ്പോൾ 21 പോയിന്റ്, ഇവിടം വരെ പോയിന്റ് ചാടുമ്പോൾ അത് 20 ആവും. പിന്നെ ഇങ്ങോട്ട് പോയിന്റ് വരുമ്പോൾ 21 ആവും. ഈ 2ലേക്ക് വരുമ്പോൾ 22 ആവും. ഈ സീറോൻ്റെ ഇപ്പുറത്തേക്ക് വരുന്നിടത്ത് ദാറ്റ് ഈസ് 23 ആവും. 20 സീറോസ് കഴിഞ്ഞിട്ട് വരുന്ന 2, 2, 0 അങ്ങനെ പോയിന്റ് ജമ്പ് ചെയ്ത് സീറോൻ്റെ ഇവിടെ വരുമ്പോഴാണ് അത് 10⁻23 ആവുന്നത്. അങ്ങനെയാട്ടോ ഈ നമ്പർ കിട്ടിയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ അവോഗാഡ്രോ നമ്പർ കുറേ എടുത്ത് 6.023 അങ്ങനെയൊക്കെ കിടക്കേണ്ട. നിങ്ങൾ ഈ നമ്പർ പഠിച്ചിരുന്നാൽ മതി. 6.022 × 10⁻23. ദിസ് ഇസ് ദ അവോഗാഡ്രോസ് നമ്പർ. നെക്സ്റ്റ് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് വരാം. ആക്ച്വലി ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ നൊട്ടേഷനാണ്. ആക്ച്വലി എന്താണ് ഈ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് ഈ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു എക്സ്പൊണൻഷ്യൽ നൊട്ടേഷനാണ്. എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എനി നമ്പർ ക്യാൻ ബി represented in the form n × 10⁻n. നമുക്ക് കിട്ടുന്ന ഏത് നമ്പർ ആയിക്കോട്ടെ ആ നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ ഫോമിലായിരിക്കും. എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ആ നമ്പർ × 10⁻n. അതെന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഏത് നമ്പറാണോ കിട്ടുന്നത് ആ നമ്പറിനെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഫോമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം. It is an exponential notation in which any number can be represented in the form n × 10⁻n. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എത്ര വലിയ നമ്പർ ആണെങ്കിലും ശരി ആ നമ്പറിനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നിങ്ങൾ മാറ്റുന്നതിനെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ അഥവാ
സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ സയൻറ്റിഫിക് നൊട്ടേഷൻ? ഇറ്റ് ഈസ് എൻ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് എനി നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് n × 10⁻n. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയേക്കുന്ന എത്ര വലിയ നമ്പർ ആണെങ്കിലും അതിനെ നിങ്ങൾക്ക് n × 10⁻n എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അതിനകത്ത് ക്യാപിറ്റൽ N എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിജിറ്റ്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിജിറ്റ്, നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ആ എന്നിൻ്റെ വാല്യൂ പറയുന്നത് എന്താണ്? ഇറ്റ് വേരി ബിറ്റ്വീൻ 1 to 9.99 എന്നാണ് പറയുന്നത്. N is a digit, it vary from 1 to 9.99. ദാറ്റ് ഈസ് മീൻസ് 10ലേക്ക് എത്തും അല്ലേ? 1.0299 അതിനകത്താണ് ആ വാല്യൂ വരുന്നത്. അതായത് ഇപ്പം ഏത് വലിയ നമ്പർ കിട്ടിയാലും ആ നമ്പറിനെ നമുക്ക് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ നമുക്ക് എഴുതാൻ പറ്റണം. എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് വെച്ചാൽ ആ നമ്പർ ഇൻറ്റു 10⁻n എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുകളിൽ എക്സ്പോണൻ്റ് വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് n × 10⁻n എന്ന രീതിയിൽ നമ്പറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ പേര് വിളിച്ചേക്കുന്ന സയൻറ്റിഫിക് നൊട്ടേഷൻ. വാട്ട് ഈസ് എ സയൻറ്റിഫിക് നൊട്ടേഷൻ? ഇറ്റ് ഈസ് ദ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദിസ് ഫോം n × 10⁻n. അതിനകത്ത് n എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പറിൽ ഡിജിറ്റ് നമ്പറാണ് നമ്മൾ ആ n ആയിട്ട് എടുക്കുന്നത്. ആ എന്നിൻ്റെ വാല്യൂ എങ്ങനെയൊക്കെ മാറാം? അത് 1 മുതൽ 9.9 വരെ മാറാം. ദാറ്റ് മീൻസ് 1.0002 to 9.999 വരെ നമുക്ക് മാറ്റാം. അവിടം വരെ അതിന് വേരി ചെയ്യാം ആ വാല്യൂ. ഒരിക്കലും 10 above ആ നമ്പർ വരാൻ പാടില്ല. അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ 10⁻n ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ? ആ എന്നിന് എന്താണ്? n എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻ്റ് ആണല്ലോ. അത് നമുക്ക് നെഗറ്റീവ് ആവാം, -5 ആവാം, +4 ആവാം, അല്ലെങ്കിൽ -3 ആകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ എന്നിൻ്റെ വാല്യൂവിന് ആകാൻ പറ്റും. വേർ n ഈസ് എൻ എക്സ്പോണൻ്റ് ഹാവിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മനസ്സിലായല്ലോ, സയൻറ്റിഫിക് നൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനെ പറ്റി ഒന്നും കൂടെ പറയാം. സയൻറ്റിഫിക് നൊട്ടേഷൻ ഈസ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ഇൻ വിച്ച് ദ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ്. എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഏത് നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ആ നമ്പറിനെ n × 10⁻n എന്ന എക്സ്പ്രഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് n എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ നമ്പർ, ആ ഡിജിറ്റ് ഇതാണ് ആ ഡിജിറ്റ്. n എന്ന് പറയുന്നത് ആ ഡിജിറ്റ്. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിജിറ്റ്, അത് ഇൻറ്റു 10⁻, ഒരു സ്മോൾ n ഉണ്ട്. ആ സ്മോൾ n എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്പോണൻ്റ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് വേണമെങ്കിൽ മൈനസ് നെഗറ്റീവ് വാല്യൂയോ പോസിറ്റീവ് വാല്യൂയോ ആകാം. പക്ഷേ n എന്ന് പറയുന്ന ഡിജിറ്റിന് ഒരു കണ്ടീഷനുണ്ട്. അതിന് 1.000 വാല്യൂ മുതൽ 9.9999 വാല്യൂ വരെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ 10 ക്രോസ് ചെയ്യാനായിട്ട് അതിന് പറ്റില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമുക്കിനി നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. 232.508 ഇതാണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടിയത്. എപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ വാല്യൂ ആണ് നിങ്ങളെ പ്രോബ്ലം ചെയ്ത് കിട്ടിയപ്പോൾ കഴിഞ്ഞ വാല്യൂ ആണ് ഇങ്ങനെ. അപ്പം നമുക്ക് അത് എപ്പോഴും എഴുതുമ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ അത് എഴുതണം നമ്മുടെ പ്രോബ്ലം. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, അത് എപ്പോഴും എഴുതണമെങ്കിൽ നമ്മൾ ഈ പോയിന്റ് ഇവിടെ ഇടാൻ പാടില്ല. കാരണം നമ്മുടെ നമ്പർ ഏതിൻ്റെ ഇടയിൽ വരണം? 1 to 9.9 ഇടയിലായിരിക്കണം നമ്മുടെ നമ്പർ. നമ്മൾ എഴുതാൻ പോണ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലെ നമ്പർ ഏതിലായിരിക്കണം വരേണ്ടത്? 1നും 9.9 ഇടയിലായിരിക്കണം വരണം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് നമ്പറായിട്ട് 2നെ എടുക്കാം. അതാണല്ലോ ആദ്യം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 2നെ എടുക്കാം. 2.322508. അപ്പോൾ നോക്കിയപ്പോൾ 2 പോയിന്റ് എന്നല്ലേ വന്നേക്കുന്നത്. ദാറ്റ് ഈസ് 2.3 എന്നുള്ളത്. അതായത് 1നും 9നും ഇടയ്ക്കാണ് ആ 2.3 ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് കറക്റ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത്
ഇൻറ്റു 2.3250 ഇൻറ്റു 10 ഇനി ആ എക്സ്പൊണൻഷ്യൽ വാല്യൂ എഴുതണം. എക്സ്പൊണൻഷ്യൽ വാല്യൂ എങ്ങനെ നമുക്ക് എഴുതുന്നത്? ഇവിടെയാണല്ലോ പോയിന്റ് ഇരിക്കുന്നത്. ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം അല്ലേ? ആ പോയിന്റ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇൻറ്റു 10, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ പിന്നെയും ഒരു ഇൻറ്റു 10. സോ അതെന്തായിരിക്കും? 10 ഇൻറ്റു 10. നമുക്കറിയാം when the point is coming from the right side to the left side into 10 അങ്ങനെ ഓരോന്ന് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റു 10 ഇങ്ങോട്ട് 2ലേക്ക് വന്നപ്പോൾ അതിൽ ഇൻറ്റു 10, പിന്നെ അത് 3യുടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇൻറ്റു 10. സോ the value will be 2.32508 into 10⁻² എന്നായി. ഇൻറ്റു 10 നമ്മൾ ഇടുന്നത് കൊണ്ട് ആ വാല്യൂ ഇൻറ്റു 10⁻² എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് ഈ പറഞ്ഞ നമ്പറിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ. 232.508ൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷനാണ് 2.3250 ഇൻറ്റു 10⁻². ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് നമ്മൾ അവോഗാഡ്രോ നമ്പർ കണ്ടില്ലേ? ഇതാണല്ലോ അവോഗാഡ്രോ, ഇത്രയും വലിയ നമ്പർ. ആ നമ്പർ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ സമയത്തും എടുത്തത് എന്താണ്? ഇതുപോലെ സയൻറ്റിഫിക് നൊട്ടേഷനാണ് എടുത്തത്. കാര്യം അത്രയും വലിയ നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? അത്രയും നമ്പറിൻ്റെ 60 ഇപ്പം നമുക്ക് ഇങ്ങനെ കൊണ്ടിടാൻ പറ്റുമോ? 60.222 എന്ന് പറഞ്ഞാണോ നമ്മൾ പഠിച്ചത്? അല്ല, നമ്മൾ പഠിച്ചത് എന്താണ്? അവോഗാഡ്രോ നമ്പർ 6.022. കാരണം എന്താ? നമ്മൾ എഴുതുന്ന ആ നമ്പർ ഇറ്റ് ഷുഡ് ബി കം ബിറ്റ്വീൻ 1 and 9.99 നമുക്ക് ആ വാല്യൂ വന്നിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ 6നെ തന്നെ എടുത്തത്. അപ്പം നമുക്ക് 6.022 ഇൻറ്റു 10⁻². ആ നൊട്ടേഷൻ എന്തായിരുന്നു? എക്സ്പോണൻ്റ് എന്തായിരുന്നു? 23. അപ്പം 6.022 ഇൻറ്റു 10⁻23 എന്ന് നമുക്ക് വാല്യൂ വന്നത്, അവോഗാഡ്രോടെ വന്നത്. നമുക്കത് ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന നമ്പർ ഇത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, റൈറ്റ് ദ സയൻറ്റിഫിക് നൊട്ടേഷൻ ഓഫ് ദിസ് നമ്പർ. ഏത് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന നമ്പർ? 4, 5, എത്ര സീറോസ് ഉണ്ട്? 5 zeros ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5 zeros ഉണ്ട്. നമ്മളോട് പറയും ഇതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ നിങ്ങൾ എഴുതൂ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അതിൻ്റെ നൊട്ടേഷൻ്റെ ഫോം എങ്ങനെ? n ഇൻറ്റു 10⁻n. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റ്. ആദ്യം നമുക്ക് വേണ്ട ഡിജിറ്റ് എടുക്കണം. ഡിജിറ്റ് അപ്പോൾ നമ്മൾ എന്താ കണ്ടീഷൻ പഠിച്ചേക്കുന്ന? ഡിജിറ്റ് വരേണ്ടത് 1നും 9.9ൻ്റെയും ഇടയിലായിരിക്കണം ആ ഡിജിറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും നല്ല ഡിജിറ്റ് ഏതാ? 4 അല്ലേ അതിൻ്റെ ഇടയിൽ വരുന്നത്. അപ്പം നമുക്ക് 4നെ എടുക്കാം. 4 ആണ് നമ്മുടെ ഡിജിറ്റ്. ദാറ്റ് ഇൻറ്റു എത്ര എക്സ്പൊണൻഷ്യൽ 10⁻, എത്ര വാല്യൂസ് പോയിന്റ് ഇവിടെ ഇടണമെങ്കിൽ എത്രയായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 എന്നാണ് നമ്മൾ കിട്ടുന്നത് അല്ലേ? 4 ഇൻറ്റു 4.5. പിന്നെ ആ സീറോസ് നമ്മൾ ഇട്ടില്ലെങ്കിലും പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ സീറോസിന് വാല്യൂ ഇല്ല. സോ ഇൻറ്റു 10⁻, എത്ര വരണം? 1, 2, 3, 4, 5, 6. ഇവിടെ എത്ര ആയിരിക്കണം വരേണ്ടത്? എത്ര വട്ടം പോയിന്റ്സ് ജമ്പ് ചെയ്ത് വരണം? 6 places പോയിന്റ്സ് ജമ്പ് ചെയ്ത് വരണം. സോ ദ സ്മോൾ n ഷുഡ് ബി 6, 10⁻6. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് 4.5. ഇവിടെ ഞാൻ സീറോസ് ഇടാത്തത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സീറോസിന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് 4.5 ഇൻറ്റു 10⁻6 എന്ന് എഴുതാൻ പറ്റുന്ന. 4.5 എന്ന് പറയുന്നത് അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് ഇവിടെ കാണിക്കുന്നതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ദ നമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റ്, എങ്ങനെ വേണമെങ്കിലും പറയാം. 4.5 ആണ് അതിൻ്റെ കോയിഫിഷ്യൻ്റ്, ഇപ്പോൾ കാണിച്ച കോയിഫിഷ്യൻ്റ്. ദെൻ 10 ആണ് ഇതിൻ്റെ ബേസ്. 10 എന്ന് പറയുന്നത് ബേസ് ആൻഡ് ദാറ്റ് 6 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ്. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളിത് മാത്തമാറ്റിക്സിലൊക്കെ ചെറിയ ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും കുറച്ചും കൂടെ ക്ലിയർ ആക്കാനായിട്ടാണ് പറഞ്ഞു തന്നത്. 45000. ഇതുപോലെ എത്ര വലിയ നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും അക്കോർഡിംഗ് ടു ദ കെമിസ്ട്രി നമുക്കതിനെ ചെറുതാക്കി എഴുതാം. സയൻറ്റിഫിക് നൊട്ടേഷൻ വഴി ചെറുതാക്കി എഴുതാം. അതുകൊണ്ട് നമുക്കതിനകത്ത് ഏറ്റവും ആദ്യം കിടക്കുന്ന ആളെ തന്നെ എടുക്കണം. കാര്യം ഏറ്റവും ആദ്യം കിടക്കുന്ന ഡിജിറ്റിനെ തന്നെ എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ n എന്ന് പറയുന്നത് 1നും 9.9, അതായത് 1നും 10നും ഇടയ്ക്കായിരിക്കണം. ആക്ച്വലി 9.999 അത്രയും പാടുള്ളൂ എന്നാണ്. അപ്പോൾ ആ വാല്യൂവിലാണ് 4 വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4 അവിടെ ഇട്ടത്. അവിടെ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് 5, ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ 5 കഴിഞ്ഞ് സീറോസ് ആയതുകൊണ്ട് നമുക്കതിനെ എക്സ്പെൽ ചെയ്താൽ നമുക്ക് 5 മാത്രം എഴുതാം. 4.5. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താ? 10⁻, എത്രയാണെന്ന് നോക്കണം. 10⁻, എത്ര വട്ടം പോയിന്റ് ജമ്പ് ചെയ്തു?
1 2 3 4 5 6 ആ 6 ആണ് ഇവിടെ ഇട്ട് കൊടുത്തത്. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മളുടെ ഫസ്റ്റ് എക്സാമ്പിൾ, കോയിഫിഷ്യൻ്റ്, ബേസ് ആൻഡ് എക്സ്പോണൻറ്റ്. നമുക്കിനി സെക്കൻഡ് എക്സാമ്പിളിലേക്ക് പോകാം. ദാറ്റ് ഈസ് 0.005453. ഇത്രയും നേരം നമ്മൾ നോക്കിയതിനകത്ത് വെറുതെ നമ്പർ ആയിരുന്നു, പോയിൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഈ പോയിൻ്റ് ഉള്ള ഡെസിമൽ പോയിൻ്റ് ഉള്ളതിന് എടുക്കാം. അവിടെയും നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ഏത് നൊട്ടേഷനിൽ എഴുതണം? n × 10⁻⁻⁰ എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു നമ്പർ എടുക്കണമല്ലോ. നമുക്ക് പോയിൻറ്റിൻ്റെ മുമ്പിൽ കിടക്കുന്ന നമ്പർ, ഇവിടെ ഉള്ളതിനൊന്നും വാല്യൂ ഇല്ലല്ലോ, ഇങ്ങോട്ടുള്ളതിന് വാല്യൂ ഇല്ലല്ലോ. നമുക്ക് ഇങ്ങോട്ടുള്ള വാല്യൂ നോക്കണം. ഇവിടെ 0യാ, അതിനെടുക്കാൻ പറ്റില്ല, ഇതിനെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 4നെ എടുക്കാം. നമ്മുടെ നമ്പർ ഈസ് 4 ആണ്. നമുക്കിനി അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം. 4 പോയിൻറ്റ് എത്രയാണ് ബാക്കി കിടക്കുന്നത്? 53 ആണ്. ദാറ്റ് ഈസ് 4.53. ഓക്കെ, ഇൻറ്റു 10⁻². ഇപ്പം നമ്മുടെ പോയിന്റ് ജമ്പ് ചെയ്തത് ബാക്കിൽ നിന്നല്ലല്ലോ, ഫ്രണ്ടിൽ നിന്നല്ല ജമ്പ് ചെയ്തത്. അപ്പം അത് 1 2 3 ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 10⁻⁻3. മനസ്സിലായോ? ഇവിടെ നിന്നാണ് ജമ്പ് ചെയ്ത് വരുന്നതെങ്കിൽ നൊട്ടേഷനിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. 1 2 and 3 4.53 × 10⁻⁻3. ഓക്കെ, ദിസ് ഇസ് ദ സെക്കൻഡ് കേസ്. അപ്പോൾ നേരത്തെ വന്നത് ഇവിടെ നിന്നായതുകൊണ്ട് 10⁻6 എന്നും ഇവിടെ നിന്നാകുമ്പോൾ 10⁻⁻3 എന്നും വരും. നെക്സ്റ്റത്തെ നമുക്കൊരു നോക്കാം, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 3016. ഇനി നിങ്ങൾക്കൊന്ന് വേണമെങ്കിലൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഫോം എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ എഴുതുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ ടു 10⁻n. ഇതിനകത്ത് n ആരായിരിക്കും? ഈ 0യോ ഈ 0യോ ഈ 0യോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ 1 തന്നെ വേണം. ആ 1 അങ്ങോട്ട് ഇടുക. പോയിൻറ്റ് 1ൻ്റെ അപ്പുറത്ത് ആരാ കിടക്കുന്ന? 6. വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് 1.6ൽ നിർത്താം. ഇൻറ്റു ഇനി നമുക്ക് എന്താ വേണ്ടത്? 1.6 ഇൻറ്റു ഈ പോയിൻ്റ്, ഈ ഡെസിമൽ പോയിൻ്റ് ആണ് നമ്മളുടെ മുമ്പിൽ കിടക്കുന്നത്. ഈ ഡെസിമൽ പോയിൻറ്റിനെ നമ്മൾ ജമ്പ് ചെയ്യണം. 1 2 3 4 ഇവിടെയാണ് ഡെസിമൽ പോയിൻ്റ് വന്നത്. 1 പോയിൻറ്റിലാണ് വന്നത്. എത്ര ജമ്പ് ചെയ്തു? 4 പ്ലേസസ് ജമ്പ് ചെയ്തു. സോ 10⁻4 എന്ന് എഴുതാം. പക്ഷേ ജമ്പ് ചെയ്തത് എവിടെ നിന്നാണ്? ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡിലേക്കാണ് പോയത്. ദാറ്റ് മീൻസ് നെഗറ്റീവ് വാല്യൂ ആണ് വരേണ്ടത്. -4 1.6 × 10⁻⁻4. ഇത് ക്ലിയർ ആയല്ലോ? നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചും കൂടെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.